ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അൺബോക്സ് ചെയ്യുന്ന ഐറ്റംസ് വേറെ ഒന്നുമല്ല, ഇതങ്ങ് കുവൈറ്റിൽ നിന്നിട്ട് എന്റെ അമ്മ ചേച്ചിയുടെ മാവയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തു വിട്ട സാധനങ്ങളാണ്. അപ്പോ ഇപ്പൊ വാവ ചെറുതായിട്ട് കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പുള്ളിയെയും കൂടി നമുക്ക് വിളിക്കാം, അത് തുറക്കാം. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ വന്നിട്ടുള്ളത്, അതായത് നശിപ്പിൽ പോയിട്ടുണ്ടോ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളത്. വളരെ നന്നായിട്ട് തന്നെയാണ് പാക്ക് ചെയ്തത്. അമ്മ വീഡിയോ കോളിലുണ്ട് അവിടെ നിന്ന്. അമ്മ പാക്ക് ചെയ്ത പോലെ തന്നെയാണ് സംഭവം കിട്ടിയേക്കണേ എന്നാണ് അമ്മ പറയുന്നത്. മോളിന്ന് ഫസ്റ്റ് ഐറ്റം ആണത്. എല്ലാം വൃത്തിക്ക് കാണിക്കണം കേട്ടോ. ഫസ്റ്റ് ഇത് നമ്മുടെ ദേവിക്ക് വേണ്ടിയിട്ട് അമ്മ അയച്ചിരുന്നതാണ്. ഇതെന്താ നോക്കാം. ബ്ലാങ്കറ്റ്, ബേബി കെയർ ബ്ലാങ്കറ്റ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബെഡ്, അല്ലെ എനിക്ക് പറയാം ബെഡ്ഷീറ്റ് ആണ് സംഭവം. ബെഡായിട്ടൊക്കെ യൂസ് ചെയ്ത് ബേബി സെക്കാണ്. അതാണ് ഒന്നമ്മ ഇഷ്ടമുള്ളത്. നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. ഇത് ചെരുപ്പാണ് കേട്ടോ. കുറച്ചും കൂടി ഇത് വലുതായി കഴിഞ്ഞിട്ട് വാവക്കിടാൻ പറ്റുന്ന ചെരുപ്പ്. ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. സോക്സ് ആണ്. സോക്സ് അല്ല, ഇത് സോക്സ് ആണ് ബേബിക്ക്. ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. കുളിപ്പിക്കാനുള്ള സാധനം, തേക്കാനുള്ള രണ്ടെണ്ണം ഉണ്ട്. ഇത് കുളിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യണം. അത് സോക്സ് തന്നെ വേറെ ടൈപ്പാണ്. നമുക്ക് ബാപ്റ്റിസത്തിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു. പിന്നെ വന്നിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കിക്കേ, കുറച്ച് ഡ്രസ്സസ് ആണ്. ബേബിക്കിടാൻ പറ്റുന്ന ഡ്രസ്. എല്ലായിടത്തും നിർത്തുന്നതിനാണ് അത് നിവർത്തണം. ബേബിക്കിടാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ. പിന്നെ നിപ്പിളാ അല്ല, ഫീഡിങ് ബോട്ടിലാണ്. അത് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷുകളും ഉണ്ട്. രണ്ട് ടൈപ്പുള്ള ബ്രഷ് ഉണ്ട്. അങ്ങനത്തെ ഒരു പാക്ക്. ഇതും സോഫ്റ്റ് ആണ്. ഇതും ആ ഒരു മെറ്റീരിയലിലുള്ള ഇങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകളുണ്ട് കേട്ടോ. കുറച്ചധികം ഡ്രസ്സുകളുണ്ട്. ഫുഡ് കഴിക്കുമ്പോ അല്ലെങ്കിൽ പാല് കൊടുക്കുമ്പോൾ കൊച്ചിന് ഫീൽ ചെയ്യുമ്പോഴൊക്കെ ഇടാൻ പറ്റിയ രണ്ട് സംഭവങ്ങളുണ്ട്. ബാക്കി നേരത്തെ പോലെ തന്നെ ഡ്രസ്സുകളാണ്. നമുക്ക് ഉണ്ടായിരിക്കും, അത് വീഡിയോ ആണ്. ഇതും ഷൂസ് ആണ്. നമ്മൾ തണുപ്പത്തൊക്കെ ഇരിക്കാൻ പറ്റുന്ന സോക്സ്. സോറി, ഇതൊക്കെ ക്യാപ്പ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്യാപ്പാണ്. ഇതാണ് പി ഐറ്റംസ് വരുന്നത്. വേറെ സാധനം അടുത്ത കിറ്റാണ്. അടുത്ത കിറ്റിൽ ഇതുപോലെ തന്നെ ടർക്കികളാണ്. ഒന്ന് ടർക്കി വാവേനൊക്കെ പുറത്തു കൊണ്ടുപോകുമ്പോഴുള്ള ടർക്കി.
അത് തന്നെ പല രീതിയിലുള്ള ടർക്കികളുണ്ട് കേട്ടോ. ഇത് കുളിപ്പിച്ച് ഇത് കുളിപ്പിച്ച് കുറച്ചും കൂടി വലുതൊക്കെ ആക്കിയതിനു ശേഷം നമ്മളെ കുളിപ്പിച്ച് വിടാൻ പറ്റുന്ന ഉടുപ്പില്ലേ അത്. പിന്നെയും കുറെ ഡ്രസ്സുകളുണ്ട് വാവയ്ക്ക് തന്നെ ഇടാനായിട്ടുള്ള. ഇത് കുറച്ചുകൂടി ഇത് വലുതായി കഴിഞ്ഞിട്ട് ഇടാൻ പറ്റുന്ന ടൈപ്പുകളാണ് വാവയ്ക്ക്. അങ്ങനെ ഇങ്ങനത്തെ തന്നെ 1 2 3 4 5 അപ്പൊ എന്തായാലും വാവക്ക് വേണ്ടിട്ട് നാളെ സുരുക്കൂട്ടി അയച്ചതാണല്ലോ. സൈസ് കറക്റ്റ് അറിയാത്തുണ്ട്. ഇതും ടർക്കിയാണ്. ടർക്കിന് ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ. ഇത് ടർക്കിയാണ്, ഇതും ടർക്കിയാണ്. നിങ്ങൾക്ക് ചുറ്റുകൂട്ടി മടക്കി വെക്കാൻ പറ്റുന്നത്. ഇത് കുറച്ചും കൂടി ബേബി വലുതായി കഴിയുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരുപാട് ഇങ്ങനത്തെ ഓർമ്മ ബേബിക്ക് ഓൾറെഡി ഉണ്ട്. അത് ഇടുമ്പോൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. അത് കേട്ടിട്ട് മനസ്സിലുള്ളതാണെന്ന് തോന്നുന്നു. ഇത് ബേബിനെ കുളിപ്പിക്കുമ്പോ കരുതുന്ന ടൈപ്പ് സംഭവമാണ്. ഇതും ടർക്കിയാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. പിന്നെ ഉള്ളത് ബൂട്ടീസ് 4 ഇത്രയാണ് ഈ ഒരു കിറ്റുള്ളത്. പിന്നെ ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ബാപ്റ്റിസത്തിന്റെ കളർ ഷെയ്ഡ് ഞങ്ങൾ പറഞ്ഞിരുന്നത് ലാവൻഡർ ആണ്. അപ്പൊ അമ്മ അവിടെ നിന്ന് ഞങ്ങളുടെ അളവിന് എനിക്കും മാവയ്ക്കും ചേച്ചിക്കും കൂടി ഉടുപ്പ് തയ്ച്ചു വിട്ടതാണ്. അവിടുന്ന് ഒരു ചേച്ചി തയ്ച്ചതാണത്. ഇതാണ് വാവയുടെ. വലുതും കൂടി ആവണം. നല്ലൊരു അവിടുത്തെ ഒരു സ്റ്റിച്ചേഴ്സാണ്. ഇത് ലീനൂന് ചേച്ചിക്കൊള്ളാണത്. ഇത് എനിക്ക് കറക്റ്റ് ആണ് കേട്ടോ അളവൊക്കെ. ഇനി ഇത് ഇട്ടിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അങ്ങനെ ഈ 3 ഉടുപ്പാണ് പിന്നെ വരുന്നത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ആള് ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്റെ ഹസ്ബൻഡിന് കൊടുത്തേക്കണമെന്ന്. ഇപ്പൊ തന്നെ കഴിവുള്ള കൊടുത്തേക്കാം. വാങ്ങിച്ചു ചിരി നോക്കൂ. നല്ല ചീച്ചിട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി പറഞ്ഞ പോലെ ഈന്തപ്പഴം. പിന്നെ ഇത് ലീനൂന് വേണ്ടിയിട്ട് ഗ്രീൻ ടീ. പിന്നെ ഇതും ലീനൂന് വേണ്ടിയിട്ട് പോവാണ്. പിന്നെ വാസ്ലിൻ അയച്ചിട്ടുണ്ട്. വാസ്ലിൻ. പിന്നെ ഇതുപോലെ ലോഷൻസ് ഒക്കെയാണ്. ലോഷൻസ് ഇതും ഒരെണ്ണം അപ്പയ്ക്കുള്ളതാണ്. ഇവരപ്പനോട്ട് ഓരോന്ന് കൊടുത്ത് ഞങ്ങളെ എടുക്കുമ്പോഴാണ് അങ്ങനെ പറഞ്ഞത്. ഇത് എനിക്കുള്ളത്, ഇത് ലീനുള്ളത്, ഇത് അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ എണ്ണം കൂടിയതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പരിഗണിക്കാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ മിസ് ചെയ്യും. പിന്നെ ഇത് എനിക്ക് വേണ്ടിയിട്ടാണ്. ഇത് കുറച്ച് സോഫ്റ്റ് ആണ്. പിന്നെ ഇത് അതെനിക്കുള്ള സാധനമാണ്. മേക്കപ്പ് പാക്ക് കോട്ടൺ ആണ്. കോട്ടൺ വാവയുടെ കൺമശീട്ട് തുറക്കാനാണ്. ഓക്കെ, അങ്ങനത്തെ കോട്ടൺ മെറ്റീരിയൽ ആയിട്ടുള്ള സംഭവം. ഇതും നോക്കാം. ഇതും അപ്പയ്ക്കാണ്. അപ്പനാണ് ഇവിടെ ഓൾറെഡി പൗഡർ യൂസ് ചെയ്യുന്നതാണ്. പൗഡർ അഞ്ചോ അന്ന് ബേബി പൗഡർ ചോദിച്ചോണ്ട് ഇതെന്താ
നോക്കട്ടെ. ഇത് മറ്റേ സാധനം അപ്പന്റെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് സാമ്പ്രാണി പോലത്തെ കുന്തിരിക്ക നല്ല സ്മെല്ല്. സംഭവമാണ് ഇതിന്റെ ഓണറും അപ്പൻ. ഇത് എനിക്ക് നൈറ്റി അമ്മയുടെ സ്മെല്ലുള്ള നൈറ്റി ഞാൻ ചോദിച്ചു വാങ്ങിച്ച. അപ്പൊ ഞാൻ എപ്പോഴും ചോദിക്കുന്നില്ല അമ്മയുടെ സ്മെല്ലുള്ള ഒരു നൈറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ പിന്നെ അവള് ഞെട്ടിപ്പോയി. അത് വലിച്ചു സമയം. രണ്ടെണ്ണമുണ്ട്. അപ്പൊ രണ്ടെണ്ണം എനിക്ക് പറഞ്ഞത്. മൂന്നെണ്ണം ഉണ്ട്. പിന്നെ ഇതെന്താ? ഇതെനിക്കുള്ളതാ, ഒരു ടോപ്പാ. ഇതും ലീനൂന് എടുത്ത ഒരു ടോപ്പാണ്. പിന്നെ ഇത് അതെനിക്കുള്ളതാ, ഒരു മാലയും ഒരു കമ്മലും. അല്ല, മാലയും വളയുണ്ട്. പെട്ടിയുടെ ഭംഗി പോയി. എന്തിന്റെയാണിത്? ഒരു വലയും ഒരു മാലയും ഫോർ ലീനോ. ഇതെനിക്കുള്ളതാണ് കേട്ടോ. ഞാനിത് നേരത്തെ അമ്മ ഇനി ഇത് കുറച്ച് കനമുള്ളതാണ്. എന്താ നോക്കാം. അപ്പൊ ഇവിടെ നിന്ന് എടുക്കാവോ? അപ്പക്കുള്ള എടുത്തേക്ക്. നോക്കാൻ പോലും സംഭവിക്കേണ്ട വാച്ച് വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ട്. ഇത് എനിക്കുള്ളതാ. ചോക്ലേറ്റ്സ് ആണ്. കൊടുക്കാൻ കൂടെ അപ്പനില്ല. സാമ്പ്രാണി തിന്ന് ജീവിക്കുന്ന കുട്ടിയാണ്. സോറി. ഇത് കളിക്കാനുള്ളതാണ്. കാർഡ്സ് അത് അപ്പക്കുള്ള. ഇപ്രാവശ്യം അമ്മ എന്നെ ഒതുക്കി കഴിഞ്ഞു. സ്ക്രബ് രണ്ടുപേർക്കുള്ള. ഇനി രണ്ടുപേർക്കും പറഞ്ഞു. അമ്മേ, ഇത് സോപ്പ്. അതെനിക്കാ. ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാ മരത്തിന്റെ. ചോദിച്ചു നോക്കാം അമ്മനോട്. നിനക്ക് വേണമെങ്കിൽ നീ പറയണായിരുന്നു. ഇത് ഞാൻ പറഞ്ഞു വെച്ചതാ. ഇല്ല, അമ്മനോട് ചോദിച്ചു നോക്കിക്കോ. അമ്മ ഈ കച്ചി പാർക്കണോന്നാ പറഞ്ഞേ. അവിടെ വെച്ച് നിനക്ക് വേണമെങ്കിൽ നീ ചോദിക്കണായിരുന്നു. എന്നോട് പറഞ്ഞും കൂടിയില്ല. എന്നോടും പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചതാ. അത് എനിക്കുള്ള. എടാ, നിന്റെ സൈസിനുള്ളത് നമുക്ക് കിട്ടുവോ? ഇല്ല, എനിക്ക് വേറെ ടോപ്പൊന്നും ഇല്ലാത്തതാ. എനിക്കിപ്പൊ എന്റെ സൈസിനൊന്നും കേറില്ല. അപ്പൊ മറ്റേ ആ ക്രീമൊക്കെ സോപ്പ് ഇതാണ്. അപ്പോ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ അമ്മ വാവയ്ക്കും കുഞ്ഞിനും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട് കുവൈറ്റിൽ അയച്ചിട്ടുള്ളത്. ഇത്രയും സാധനങ്ങൾ ഇവിടെ എത്തിച്ച എന്റെ അമ്മയ്ക്ക് 1000 നന്ദി. പറയേണ്ട കാര്യമില്ല, എന്തായാലും പറഞ്ഞാണ് വി ലവ് യു മമ്മ.